എന്നെ ശ്രവിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ഓരോ ലീഡർമാർ ഹൈ ഫ്ലയേഴ്സിന് വേണ്ടിയിട്ട് രാവിലെ ഇതുപോലെ വീഡിയോ ഓണാക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ റിയലി അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു. കാരണം നിങ്ങളാണ് യഥാർത്ഥ ലീഡേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഏതൊരു ലീഡറും ഫസ്റ്റ് ഫേസ് ടു ഫേസ് കൊടുക്കാൻ തയ്യാറാവണം, അല്ലേ? നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഓണാക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓണാക്കിയിരിക്കണമെങ്കിൽ എനിക്ക് ഇതുപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരു കാരണമുണ്ട്. കാരണം ജീവിതത്തിൽ നമ്മൾ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് പല ജോലികളും പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഒരു പക്ഷെ നമ്മൾ ജോലിക്കാരായിട്ടുണ്ടാവും, ചിലങ്കിൽ പല കച്ചവടം ചെയ്ത ആൾക്കാരുണ്ടായിട്ടും, പ്രവാസികളുണ്ടാവും, ഇതിൽ XNRIs ഉണ്ടാവും, ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളൊക്കെ ഈ ഒരു അവസരം ഇന്ന് രാവിലെ എണീറ്റ് കേൾക്കണമെങ്കിൽ അതിന് പിറകിൽ ഒരു പവർ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ പിറകിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം. ഫൈനാൻഷ്യലി നിങ്ങൾ ആരും അല്ലെങ്കിൽ നമ്മൾ ആരും യഥാർത്ഥ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിയിട്ടില്ല ലോകത്ത്. അത് ഇന്നും അംബാനിയും അദാനിയും എത്തിയിട്ടില്ല എന്ന് പോലും പറയാൻ പറ്റും. കാരണം അവർ ഇന്നും അല്ലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടോ സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അവസരം തേടി പിടിച്ച് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരുപാട് റിസ്കുകൾ അനുഭവിച്ചു പോലും ഈ അവസരത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം മീറ്റിങ്ങുകളൊക്കെ കൃത്യമായിട്ട് ഓരോ ദിവസവും രാവിലെ നിങ്ങൾ ലീഡർ വിളിക്കുന്ന സമയത്ത്, പണ്ടൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ആളുകൾ നമ്മളെ വാർഡന്മാരായിരുന്നു. നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ കോളേജ് പഠിക്കുമ്പോഴൊക്കെ വാർഡനായിട്ടുള്ള ഉസ്താദിന് രാവിലെ സുബിക്ക് 4:30 മണിക്ക് വരും. ഏതെങ്കിലും ഖുറാനൊക്കെ ഇട്ട് കണ്ട് എന്ത് ചെയ്യും, അങ്ങനെ സൗണ്ടിൽ വരില്ലെങ്കിൽ വാതിലും അങ്ങനെ മുട്ടും. നമ്മൾ കെടുക്കുന്നത് 12 മണിക്ക് പഠിച്ചെല്ലാം കഴിഞ്ഞ് 10:30, 11 മണി, 12 മണിക്ക് എടുക്കും, അല്ലെ? ഇതുപോലെ ഹൈഫ്ലയേഴ്സ് മീറ്റിങ്ങിന് മുമ്പായി ലീഡർ വിളിക്കുമ്പോൾ ആ ലീഡറെ കയറി ഏറ്റവും വലിയ വെറുപ്പക്കാരൻ എന്താണ്, പണ്ടാരക്കാലം വിളിക്കണ്ടല്ലേ, ആ രീതിയിൽ ആറ്റിറ്റ്യൂഡേ കാരണം. കാരണം രാവിലെ വിളിച്ച് എണീപ്പിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ ഉറക്കത്തിന് എണീപ്പിക്കുക എന്ന് പറഞ്ഞ സാധനം എനിക്കൊക്കെ പണ്ട് ഭയങ്കര വെറുപ്പാണ്. ഇപ്പൊ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് അന്ന് ആരാ എണീപ്പിച്ച് ഓനവിടെ കൊടുക്കും, ആ രീതിയിൽ ആറ്റിറ്റ്യൂഡ്. കാരണം കോളേജ് പഠിക്കുന്നത് എങ്ങനെയായിരുന്നു, അമ്മാതിരി ഒരു പ്രഷറുള്ള സമയം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണ് സുഖനിദ്ര എന്ന് പറയുന്നത്. അവിടുന്ന് ജസ്റ്റ് ഒരാളെ എണീപ്പിക്കുമ്പോൾ ആ വെറുപ്പുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഐഫ്ലേഴ്സ് ഒക്കെ പല ആൾക്കാരും വിളിച്ച് എണീപ്പിക്കുന്ന സമയത്തും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ഇതിൽ അതൊക്കെ മാറ്റി വെച്ച് വരാനുള്ള കാരണം നമുക്ക് ക്യാഷ് വേണം. സത്യം പറഞ്ഞ പൈസക്ക് മൂല്യമുണ്ട്. ലോകത്ത് ഒരു മതവും ക്യാഷ് ഉണ്ടാക്കണ്ട എന്ന് പറയുന്നിട്ടില്ല, അല്ലെ? എല്ലാ മതവും ചില ആൾക്കാർ പറയും, അയ്യോ ക്യാഷും കൂടുതൽ വേണ്ട, സ്വർഗം ആഗ്രഹിച്ച് ജീവിച്ചാൽ മതി. നമ്മുടെ സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിപ്പിച്ച 10 ആൾക്കാരുടെ മുമ്പിൽ അതിൽ 6 ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആൾക്കാരായിരുന്നു, അല്ലെ? എല്ലാ ചരിത്രത്തിലും കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാല് നമ്മുടെ കയ്യിലും സമ്പത്ത് വേണം. സമ്പത്ത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, അത് എങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു, എവിടെ ചെലവാക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിഷ്ഠ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് സമ്പത്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും സമ്പത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു സമ്പത്ത് അല്ലെങ്കിൽ പൈസ, ക്യാഷ് എന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്ന ഒരു 6 കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ളൊരു മെഷർമെന്റ്, ഒരു അളവ് വേണം. നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണം, അല്ലെ? എത്രയാണ് നിങ്ങൾക്ക് പൈസ ആവശ്യമുള്ളത്? പലപ്പോഴും നമ്മൾക്ക് എന്തുകൊണ്ടാണ് 2,10,000 അടിക്കാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല നമുക്ക് എത്രയാണ് പൈസ ആവശ്യമുള്ളത്, അല്ലെ? കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് 2,10,000. ആഴ്ചയിലെ ഏറ്റവും നല്ലൊരു മീനിങ് ആയിട്ടുള്ള ഒരു സീലിംഗ് ലിമിറ്റ് ആണ്. മാക്സിമം കിട്ടാവുന്ന ഇൻകമാണ് 2,10,000. അപ്പൊ ആ ഇൻകത്തെ കുറിച്ച് നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് അതിനോടൊരു ആഗ്രഹമോ അല്ലെങ്കിൽ നമുക്ക് ഇത്ര വേണമോ എന്നുള്ളൊരു ചിന്ത നമുക്കില്ല. പൈസ വേണം. നിങ്ങളോടൊക്കെ ജനറലി ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ക്യാഷ് വേണം, അല്ലെ? എല്ലാവരും പറയും, സാറേ പിന്നെന്താ ആവശ്യം, അതല്ല നമുക്ക് ആവശ്യം എന്നൊക്കെ പറയും. പക്ഷെ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, അതിന്റെ മെഷർമെന്റ് എത്ര വേണം എന്നൊരു അളവ്, നമുക്ക് എത്ര ക്യാഷിനോട് ആവശ്യമുണ്ടെങ്കിൽ. ഉദാഹരണം, ഈ ആഴ്ച നമുക്ക് ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഓരോ ആഴ്ചയിലാണ് നമുക്ക് ഇൻകം തരുന്നത്, അല്ലെ? ഓരോ ആഴ്ചയിൽ ഇൻകം കിട്ടണമെങ്കിൽ നമുക്ക് ആ ആഴ്ചയിൽ എത്ര ഇൻകം വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. എത്ര പൈസ ആവശ്യമുണ്ട്, എത്രയാണ് നിങ്ങൾക്ക് ആ വരുമാനം ആവശ്യമുള്ളത്. അതാണ് നിങ്ങൾ ക്യാഷിനെ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ. ആദ്യം നിങ്ങളുടെ കയ്യിൽ വേണ്ടത് കൃത്യമായിട്ടുള്ളൊരു അളവ് വേണം. എത്ര വേണം, എത്രയാണ് എനിക്ക് പൈസ ആവശ്യം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്. കാരണം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്ത് ഒരിക്കലും ഒന്നും കൊടുക്കാതെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന വലിയൊരു ഉണ്ട്.
അപ്പൊ അതിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യനിലേക്ക് പണം ഒഴുകിയെത്തണമെങ്കിൽ അല്ലെങ്കിൽ പണം കിട്ടണമെങ്കിൽ അവന് കൃത്യമായിട്ട് അതിന് കൊടുക്കേണ്ട മൂല്യപ്പെട്ട വസ്തു തിരിച്ചു കൊടുക്കണം. സോ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ക്ലിപ്തമായിട്ടുള്ള ഒരു സംഖ്യ ആവശ്യമുണ്ടെങ്കിൽ ആ പണത്തിന് വേണ്ടിയിട്ട്, സമ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊന്നാണ് തിരിച്ചു കൊടുക്കുന്നത്? നമുക്ക് സിമ്പിളായി പറയാൻ പറ്റും, ലോകത്തെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആണ് വെൽനസ് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും നല്ലൊരു കൺസെപ്റ്റ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയപ്പെടുന്ന ഈ ഡയറക്ട് സെല്ലിംഗ് മേഖല, അതിൽ ഏറ്റവും നല്ല കമ്പനിയാണ് മൈലേജ് മാർക്കറ്റിംഗ്. ജനങ്ങളിലേക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ആയുർവേദ സപ്ലിമെന്റ്സും ഹെൽത്ത് കെയറും പേഴ്സണൽ കെയറും ബ്യൂട്ടി കെയറും ഹോം കെയറും ഫുഡ് കെയറും ആഗ്രോ കെയറും എന്നിങ്ങനെ തുടങ്ങി നിരവധി നീഡി ടൂൾസുകൾ അല്ലെങ്കിൽ നീഡി മെറ്റീരിയൽസ്, നീഡി പ്രൊഡക്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൈലേജ് മാർക്കറ്റിംഗ്. സോ നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം അവിടെ ഉണ്ടല്ലേ, ജനങ്ങളിലേക്ക് നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ എത്തിക്കുക, ജനങ്ങളിലേക്ക് ഒരു ക്വാളിറ്റി അവസരം എത്തിക്കുക, അവരെ വരുമാന മാർഗം സേഫ് ആക്കുക, അവർക്ക് നല്ല ആരോഗ്യം സെറ്റാക്കുക. ഈ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ക്ലിപ്തമായിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതെങ്കിൽ ആ പൈസ നിങ്ങളിലേക്ക് വരും. അതല്ല, ലീഡർ എന്തൊക്കെ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഓടുക. അതാണ് എല്ലാ ലീഡേഴ്സും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇസ്മായിൽ സാറ് പോലും സംസാര സമയത്ത് പറഞ്ഞിരുന്നു, പർപ്പസ് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. നിങ്ങൾക്ക് എന്തൊന്നാണോ വേണ്ടത് അതിനെ ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങൾ എന്തിനാണോ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്, ആ പർപ്പസ് ആണ് ഞാൻ ഈ പറയുന്ന നിങ്ങൾ എന്തെന്നാണോ പകരം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ കമ്പനിയുടെ ക്വാളിറ്റീസ്, നമ്മുടെ പ്രോഡക്ട്സുകൾ എന്താണ്, നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കാൻ പോകുന്ന മെത്തേഡ് എന്താണ്, വെൽനസ് ആണ്. അതേസമയത്ത് ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു അവസരത്തെ കൊടുത്തുകൊണ്ട് അവരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്കൊരു വ്യക്തത വേണം. നിങ്ങൾ ഈ പൈസക്ക് വേണ്ടിയിട്ട് എന്തെന്നാണ് ചെയ്യാൻ പോകുന്നത്, അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ കാര്യം, ഞാൻ 6 കാര്യം പറയണം. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ക്ലിപ്തമായുള്ള സംഖ്യ വേണം, അതിനെന്താണ് നിങ്ങൾ തിരിച്ച് പകരം ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് അറിയണം. മൂന്നാമത്തെ കാര്യം, ഒരു തീയതി നിശ്ചയിക്കണം എന്ന് വേണം. അപ്പൊ നമുക്ക് ആഴ്ച വരുമാനമാകുമ്പോൾ വെള്ളിയാഴ്ച എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും ബിസിനസ് വോളിയം കയറണം, എത്ര വരുമാനം കയറണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറ്റണം. കാരണം ഞാൻ ഇനി വരാൻ പോകുന്ന 7 പോയിന്റിൽ പറയാൻ പോകുന്നു ആ കാര്യത്തിൽ തന്നെയാണ്. അപ്പൊ അതിനോടനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യം സൂചിപ്പിച്ചെന്നുള്ളൂ. നമുക്ക് പൈസക്ക് ആവശ്യം വരുമ്പോൾ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അതിന്റെ കൃത്യമായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റണം. എന്ന് എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ള കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റണം. സോറി, മൈ ഡിയേഴ്സ്, ജസ്റ്റ് കുറച്ച് വെള്ളം കുടിച്ചാണ്. സോ മൂന്നാമത്തെ കാര്യം, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണം, എന്ന് എനിക്ക് ആവശ്യമുണ്ട്, എന്നാണ് എനിക്കത് വേണ്ടത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഇച്ഛ അല്ലെങ്കിൽ ഈ ഒരു സമ്പത്ത്, ഈ സമ്പത്ത് നിങ്ങൾ കിട്ടിയാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടുന്ന സമ്പത്തിനെ കുറിച്ച് വ്യക്തമായ പ്ലാനിങ് വേണം അല്ലെ. സോറി, കിട്ടിയാൽ എന്നുള്ളതല്ല, അത് എങ്ങനെ നേടാം അതിന്റെ പ്ലാനിങ്. നാലാമത്തെ കാര്യം അതാണ്. അഞ്ചാമത്താണ് ഞാൻ പറയുന്നത് അത് എന്തൊക്കെ ചെയ്യാന്നുള്ളത്. നാലാമത്തെ കാര്യം ഒരു പ്ലാനിങ് ആണ്, എങ്ങനെ നേടും. ഉദാഹരണം, ആഴ്ച വരുമാനം നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഈ ആഴ്ച വരുമാനം 2 ബ്രാഞ്ചിലും ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്നതിന്റെ 12%, 12% നമ്മൾ അക്കൗണ്ടിലേക്ക് വരുന്നതെങ്കിൽ ഈ 12% ഏത് സംഖ്യയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉദാഹരണം, നിങ്ങൾ സപ്പോസ് ഒരു 10,000 രൂപയാണ് ഒരാഴ്ചയിൽ വരുമാനമായിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ 10,000 രൂപയുടെ ക്യാഷ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 1,00,000 അടുത്ത് ഒരു ക്യാഷ് പർച്ചേസ് നടത്തണം, ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും. ഒരു ഏകദേശ കണക്ക് 1,00,000, ഒരു 1,15 ലക്ഷം, 1,10 വെച്ച് നടത്തണം. ആ സമയത്താണ് നിങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള വൈറ്റ് മണി ആയിട്ട് TDS കട്ട് ചെയ്ത് 10,000 രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് എന്താവുന്നത് വരുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? അപ്പൊ ഇതാണ് ഒരു മാസ്റ്റർ പ്ലാൻ. അതിന് കൃത്യമായി പ്ലാനിങ് ചെയ്യണം. അപ്പൊ 1,00,000 വരണമെങ്കിൽ 1,10,000 കച്ചവടം നടക്കണമെങ്കിൽ എത്ര ഹോം ഷോപ്പ് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര നോർമൽ ക്ലോസിങ്ങുകൾ വേണം. അപ്പൊ അത് കൃത്യമായി ആരിലൂടെ നടത്തണം. ഇനി നടത്താൻ പോകുന്ന ആളുകളുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് എന്തൊക്കെയാണ്. അങ്ങനെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ച വരുമാനത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് മസ്റ്റാണ്. അത് നിങ്ങൾ ലീഡർമാരുമായിട്ടൊക്കെ ഇരുന്ന് കൃത്യമായി ഇടുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കിട്ടാൻ പോകുന്ന പൈസ അത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെലവാക്കാൻ പോകുന്നത്, അതിന്റെ പ്ലാനിങ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ പൈസ ഉണ്ടാക്കുന്നത്. അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു ലഘുലേഖ. അതായത് നിങ്ങൾക്ക് വേണ്ട പൈസയുടെ എമൗണ്ട് അതിൽ ഉൾപ്പെടണം, നിങ്ങൾ എന്ന് നേടുന്നതിൽ ഉൾപ്പെടണം, നിങ്ങൾ അതിന് വേണ്ടി എന്താണ് തിരിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന കർമ്മം അതിൽ എന്താണെന്നുള്ളത് ഉൾപ്പെടണം ആ ലഘുലേഖയിൽ. അതുപോലെ തന്നെ
നിങ്ങളത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ആ പൈസ കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടൊരു ലഘുലേഖ നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാക്കി വെക്കണം. ഞാൻ പറയണത് പൈസ ആവശ്യമുള്ളവർക്ക് ചെയ്യട്ടോ, ആവശ്യമില്ലാത്തവർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന 6 കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. 5-ാമത്തെ കാര്യം അതാണ്. 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും മിനിമം 2 പ്രാവശ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് ഒച്ചത്തില് ഉറക്കെ നമ്മളെ മനസ്സിനോടനെ നമ്മൾ പറയണം, നമ്മളെ ഹൃദയം കേൾക്കണം. ആ രീതിയിൽ വലിയ സൗണ്ട് ഇടുന്ന പറയുന്നില്ല, പറഞ്ഞു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പ്രൊക്ലമേഷൻ നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ ഹൃദയം അറ്റ്ലീസ്റ്റ് കേൾക്കുന്ന രൂപത്തിൽ, നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ 2 തവണ ഡെയിലി പറയണം. 1-ാമത്തെ നേരം രാവിലെയാണ്, 2-ാമത്തെ രാത്രിയാണ്, അല്ലെ? കിടക്കുന്ന സമയത്തും ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്തും ഈ 2 സമയം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉറക്കെ പറയണം. അതായത് നിങ്ങൾ നേടാൻ പോകുന്ന സംഖ്യ, അതെന്ന് നേടുന്നു, അതെങ്ങനെ നേടുന്നു എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉറക്കെ ആ എഴുതി വെച്ച ലഘുലേഖ വായിച്ചു നോക്കണം. അത് ഉറക്കെ വായിക്കുക. ഇതാണ് ഈ 6 കാര്യങ്ങളുള്ളത്. അപ്പോൾ മനുഷ്യർക്ക് എല്ലാവർക്കും ജീവിക്കണമെങ്കിലും ജീവിതത്തിൽ ജീവിച്ച എന്തെന്നാണ് ആഗ്രഹിക്കുന്നത് അത് നേടണമെങ്കിലും സമ്പത്ത് അനിവാര്യമാണ്. സമ്പത്തില്ലാതെ ഒരാൾക്കും ഈ പറഞ്ഞ കാര്യം നേടാൻ സാധിക്കില്ല. ഇനി എത്ര സൂഫിസം ചമഞ്ഞാലും സമ്പത്ത് അനിവാര്യമാണ്. അപ്പൊ ആ രീതിയിൽ വരുന്ന സമയത്ത് ഈ സമ്പത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ ചെയ്യണം, സമ്പത്ത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ, നമ്മളിലേക്ക് വരണമെങ്കിൽ, അതിന്റെ ഫ്ലോ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു 6 കാര്യം ഞാൻ പറഞ്ഞു. ഒന്നുകൂടി ആവർത്തിച്ചു. 1-ാമത്തത്, എത്ര വേണം അതിന് ക്ലിപ്തമായിട്ടുള്ള ഒരു സംഖ്യ നിങ്ങൾക്ക് അതിന് കണക്കാക്കാൻ പറ്റണം. 2, നിങ്ങൾ അതിനു വേണ്ടി എന്തെന്നാണ് ചെയ്യാൻ പോകുന്നത്, ആ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം. 3-ാമത്തത്, നിങ്ങളത് നേടാൻ പോകുന്ന അല്ലെങ്കിൽ അത് വാങ്ങാൻ പോകുന്ന സമയം, ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്യണം. 4-ാമത്തെ കാര്യം, എങ്ങനെ അത് നേടുമെന്നുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ആവശ്യമാണ്. 5-ാമത്തെ കാര്യം, കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മ വേണം. 6-ാമത്തെ കാര്യം, ഇതിനെക്കുറിച്ച് എല്ലാ ദിവസവും 2 നേരം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. മിനിമം, അത് കൂടിയാലൊന്നും പ്രശ്നമില്ല, പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. ആ സമയത്താണ് ഈ പറയുന്ന സമ്പത്ത് നമ്മളിലേക്ക് എന്താവുന്നത്, ഫ്ലോ ചെയ്തു വരുന്നത്, നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേടണമെങ്കിൽ നമുക്ക് ഇന്ന് സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമുക്ക് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ്. വെറി 007, അതായത് സക്സസ് മന്ത്രാസ്, അല്ലെ? വിജയിക്കാനുള്ള മന്ത്രങ്ങൾ. അതിന് പല രീതിയിലും പല ഭാവങ്ങളിലും ലീഡർമാർ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഭാവത്തിലും എൻ്റെ ഒരു കാര്യത്തിലും ഞാൻ അതിനെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ശശികലാവത്ത് സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് വെറി 007, അല്ലെ? എന്തൊക്കെ ചെയ്യണം. നമുക്ക് ഒരുപാട് സിസ്റ്റം ഉണ്ട്. 16ഓളം സിസ്റ്റം അനുസരിക്കേണ്ടതും 3ഓളം സിസ്റ്റം ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള സിസ്റ്റം വരെ ഇന്ന് സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 പോയിന്റുകളാണ്. 1-ാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് വ്യക്തമായ സ്വപ്നം വേണം. നേരത്തെ പറഞ്ഞു, ക്യാഷ് എന്ന് പറയുന്നത് സ്വപ്നമല്ല, സ്വപ്നം എന്ന് പറയുന്നത് ക്യാഷും അല്ല. ഓക്കെ. ക്യാഷും സ്വപ്നവും വ്യത്യാസമുണ്ട്. സ്വപ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊന്നാണോ ആഗ്രഹിക്കുന്നത്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സ്വപ്നത്തിൽ പല ടേംസുകളുണ്ട്. പ്രധാനം മിഡ് ടേം, ലോങ് ടേം, ഷോർട്ട് ടേം, അങ്ങനെ തുടങ്ങി പല പല സ്വപ്നങ്ങളാണ്. അപ്പൊ ഈ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സാധാരണ ജോലിക്കാരനാവുന്ന സമയത്ത് നമ്മൾ കാണാൻ പേടിച്ച് എന്തെന്നാണോ അതാണ് ശരിക്കും സ്വപ്നം. എന്റെ വ്യാഖ്യാനം അതാണ്. കലാം പറഞ്ഞ എന്താണ്, ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം. എന്തെന്നാണ് നിങ്ങൾ ഉറക്കം കെടുന്നത്, അതാണ് നിങ്ങളുടെ സ്വപ്നം. എന്റെ ഭാഷയെ പറഞ്ഞാൽ ജോലിക്കാരൻ, സാധാരണ മനുഷ്യൻ കാണാത്തൊരു സാധനമാണ് എന്ത്, സ്വപ്നം. പേടിക്കുന്ന ഒരു സാധനമാണ് സ്വപ്നം. അപ്പൊ ഈ സ്വപ്നമാണ് നിങ്ങൾ ആദ്യം നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നം ആവശ്യമുണ്ട്, ഈ നിങ്ങൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ന് മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനി ഡയറക്ട് സെല്ലിംഗ് പ്രൊജക്റ്റിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നല്ലൊരു ഇൻകം പ്ലാൻ ഇന്ന് നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടു കൂടി ആരുടെ മുമ്പിലും പ്രസന്റ് ചെയ്യാൻ പറ്റും. ഡയറക്ട് സെല്ലിംഗ് കമ്പനീസിൽ മൈ ലൈഫിനോളം ഇൻകം കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയും ഇന്ന് വന്നിട്ടില്ല. ഇനി വരുമെന്ന് ചോദിച്ചാൽ അത് ഉറപ്പ് പറയാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ആ രീതിയിലുള്ള വരുമാനം സ്റ്റാർട്ടിംഗ് ലെവൽ ഡിസ്ട്രിബ്യൂട്ടർ മുതൽ എല്ലാ ആളുകൾക്കും കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനത്തിന്റെ ഒരു കൃത്യമായ ഇൻകം പ്ലാനുള്ള ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. സോ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് സ്വപ്നം കാണാൻ പറ്റും. സ്വപ്നം കാണുന്ന സമയത്ത് ഫസ്റ്റ് വേണ്ടത് ആ സ്വപ്നത്തിൽ നമുക്ക് വിശ്വാസം വേണം, അല്ലെ? എന്ത് സ്വപ്നം കാണാം, വിശ്വാസം മസ്റ്റാണ്. വിശ്വാസം ഇല്ലാത്തൊരു കാര്യം നമുക്ക് ഒരിക്കലും നേടാൻ ലോകത്ത് സാധിക്കില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, എല്ലാ ലീഡർമാരും പറയുന്ന ഉദാഹരണമാണ്, സ്വന്തം ഭാര്യയെ 99.9% വിശ്വാസമുണ്ട്, 0.1% വിശ്വാസം കമ്മിയാണ്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കുറെ ചട്ടിയും കലൊക്കെ ഉടയും, അല്ലെ? അല്ലെങ്കിൽ ഒരുപാട് പ്ലേറ്റ് ഒക്കെ പൊട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കടി ഉണ്ടാവും.
ഒന്നും വേണ്ട, എപ്പോഴും സംശയിക്കാറാം അല്ലേ? ഞാൻ പറയുന്നത് ആകെ 0.1% മാത്രമേ സംശയമുള്ളൂ. പക്ഷെ 100% വിശ്വാസം ഒരു കാര്യത്തിലില്ലെങ്കിൽ നേടാൻ പറ്റൂല. നമ്മളെപ്പോഴും പറയാറുണ്ട്, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്കിത് തരണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ലെവലിലേക്ക് എത്തണം എന്ന് പ്രാർത്ഥിച്ചിട്ട് അല്ലെ. ഇപ്പൊ ഉദാഹരണം ഒന്നും വേണ്ട, ഇപ്പൊ അതിലൊരു സാധാരണക്കാർ ചോദിക്കാണ്, ദൈവമേക്ക് ഒരു ബെൻസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ എനിക്ക് ബെൻസ് വേണം സാധിച്ച്, ജസ്റ്റ് അവിടുന്ന് മാറി ആ പ്രാർത്ഥിക്കുന്ന റൂമിൽ നിന്ന് അപ്പുറത്ത് പോയിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ ഫസ്റ്റ് ഏത് ചിന്ത തേക്കാൻ തരുമോ? ദൈവം തരുമോ? പറ്റിക്കോ? മീൻസ് വിശ്വാസം കമ്മിയാണ്. ഇതുപോലെ വിശ്വാസമില്ലാതെ നമ്മൾ സ്വപ്നം കണ്ടിട്ടോ ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ട് ഒരു കാര്യമില്ല, ലോകത്ത് നേടാൻ തന്നെ പറ്റൂല. സ്വപ്നം കാണുമ്പോഴും സ്വപ്നം നേടണമെങ്കിലും അതിലെന്ത് ചെയ്യണം? വിശ്വാസം പൂർണ്ണമാണ്. അപ്പൊ ഡ്രീമിനോട് കൂടെ അറ്റാച്ച് ചെയ്ത സാധാരണ ബിലീഫ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ആക്ഷൻ, പ്ലാനിങ് ഒക്കെ മസ്റ്റാണ്. അപ്പൊ സ്വപ്നത്തെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എഴുതി വെക്കണം, റിട്ടേൺ ചെയ്യണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എഴുതി വെച്ച സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിന് കൂടെ നിങ്ങൾ പറയുന്ന വിശ്വാസവും ആക്ഷനും പ്ലാനിങ്ങും ഉണ്ടാക്കിയിട്ട് സിമ്പിളായിട്ട് അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ നിർബന്ധമായിട്ട് നിങ്ങൾ സ്വപ്നങ്ങൾ എഴുതി വെക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ കമ്മിറ്റ്മെന്റ് ആണ് അല്ലേ? ബി കമ്മിറ്റഡ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളിലേക്ക് എത്താം. എൻ്റെ ഒരു ഭാഷയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡിക്ഷണറി ഒക്കെ പറയുന്ന ഒരു ഭാഷയാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഉത്തരവാദിത്വം. ആദ്യം സ്വന്തത്തിൽ ഉത്തരവാദിത്വമാണ്. എന്നിട്ട് സ്വന്തത്തിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതം ജസ്റ്റ് നടന്നു നോക്കിയാൽ മതി. നമ്മൾ കിടക്കുന്ന സമയത്ത്, നമ്മൾ ഉണരുന്ന സമയത്ത്, നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ നോക്കിയാൽ സ്വന്തം ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലെന്ന കാര്യം അറിയാൻ പറ്റും. പണ്ടൊക്കെ നമ്മളെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഉസ്താദുമാരെപ്പോഴും പറയുന്ന സംഭവമുണ്ട് ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിലൊക്കെ. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ എങ്ങനെ കയറാം, അപ്പോൾ ഇതിന്റെ തമാശയിൽ പറയും, ഈ കല്യാണം കഴിച്ചാൽ പറയണ്ടെന്ന് പറയും. ആ രീതിയിലാണ് സംഭവങ്ങൾ. ചുരുക്കി പറഞ്ഞാല് നമ്മളെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് നമ്മളെ പേഴ്സണാലിറ്റി, നമ്മളെ ഗ്രോത്തുകൾ ഒക്കെ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ലീഡറായിട്ട് നമ്മൾ മാറണം. കമ്മിറ്റ്മെന്റ് ഉള്ള ലീഡറായിട്ട് മാറണം. എന്ത് കാര്യം പറഞ്ഞാലും ആ കാര്യം അത് നേടിയെടുക്കാതെ ഒരു ഇഞ്ച് പോലും പറകോട്ട് അടിക്കില്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം, കോൺഫിഡൻറ്റും ഒരു കറേജ്, ധൈര്യവും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? ലോകത്ത് എല്ലാം നേടിയത് ഏതൊരാൾ നേടിയിട്ടുണ്ടെങ്കിലും, ഏതൊരാൾ അച്ചീവർ ആയിട്ടുണ്ടെങ്കിലും, ഏതൊരാൾ വിജയിച്ച് ചരിത്രത്താൾ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചങ്കൂറ്റം ഉണ്ടായിരുന്നു. യെസ്, ചങ്കൂറ്റം കൊണ്ടാണ് ലോകം നേടിയിട്ടുള്ളത്. പൈസക്ക് പിന്നുണ്ടായതാണ് അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, വണ്ടി എടുക്കാൻ ഫസ്റ്റ് വേണ്ടത് EMI അല്ലെങ്കിൽ ബജാജിന് സംഭവങ്ങളൊന്നുമില്ല. ആദ്യം വേണ്ട ചങ്കൂറ്റാണ്, എടുക്കാനുള്ള ചങ്കൂറ്റമാണ്. രണ്ടാമത് നേടിയാക്കുന്നത് അതിന് വേണ്ട ക്യാഷ്, അതിന് വേണ്ട ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകൾ, അതിന് വേണ്ട കാര്യങ്ങൾ അല്ലേ? ഫസ്റ്റ് വേണ്ടത് എനിക്ക് എടുക്കണം എന്നുള്ളൊരു വിശ്വാസവും ആഗ്രഹവും ചങ്കൂറ്റും കറേജും വേണം. ഏതൊരു കാര്യം തന്നെ നമ്മള് എൻ്റെ ഓർമ്മ ശരിയായെങ്കിൽ അയാളെ പേർക്ക് ഇന്നും ഓർമ്മയിട്ടില്ല, ഞാൻ പണ്ടും മറന്ന സാധനം. ഒരു വ്യക്തി പറയുന്നുണ്ട്, പ്രശസ്തനായിട്ടുള്ളൊരു ഗ്രന്ഥരചയിതാവാണ്. അദ്ദേഹം പറയുന്ന സാധനമുണ്ട്, ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ദൈവം തരും നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമുള്ളൊരു സാധനം അല്ലേ? നിങ്ങൾ ദൈവത്തോട് എന്ത് ചോദിച്ചാലും തരും. അത് ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചോദിച്ചതിന് ശേഷം സംശയം പാടില്ല. നിങ്ങൾക്കൊരു കറേജ് വേണം. അവിടെയും പറയുന്നത് കറേജാണ്. സോ ലോകത്ത് എന്ത് നേടണമെങ്കിൽ ധൈര്യം, ചങ്കൂട്ടം എല്ലാം നിർബന്ധമാണ്. സോ ഞാൻ പറയുന്നത് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ഉദാഹരണം മൈ ലൈഫിൽ വന്നത് നിങ്ങൾ എന്തിനാണോ, എന്തൊരു പർപ്പസ് ആഗ്രഹിച്ചിട്ടാണോ, എന്തൊരു ലക്ഷ്യം വെച്ചിട്ടാണോ MI ലൈഫ് എന്ന കമ്പനി നിങ്ങൾ ചെയ്യുന്നത്, ഈ ബിസിനസ്സിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറായി വന്നിട്ടുള്ളത്, ആ ലക്ഷ്യം നേടിയെടുക്കാതെ ഒരു ഇഞ്ച് പോലും അവിടെ എന്തോ സംഭവിക്കാം. ഒരു പക്ഷെ നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല സ്ട്രഗിളുകളും, ഒരു പക്ഷെ നിങ്ങൾ ഈ ബിസിനസ് നിർത്താനുള്ള അവസരം വരെ വന്നേക്കാം. ഇപ്പൊ ഇതിൽ തന്നെ ഒരുപാട് ലേഡീസിന് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ വരുന്ന അവർക്കാണ്. കാരണം ഭാര്യമാരും ഭർത്താക്കന്മാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോരുത്തർ ഭർത്താക്കന്മാരല്ല, നമ്മളൊക്കെ ഓരോ മുൻചുണ്ടിക്ക് ആലോചിച്ചാൽ മതി. എന്ത് കാര്യത്തിലും ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും അവള് കുറച്ചൊക്കെ അഥവാ കുറച്ചങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് എടുത്ത വായിക്ക് എന്ത് പറയും, ഈ നിർത്തിക്കാളെ, വേഗം പറയാനുള്ള സുഖമാണ് വാക്കാണ് എന്ത് നിർത്തിക്കാളെന്നുള്ളത്. നിർത്തിയ എന്തെന്നുള്ള കാര്യം ആരും ആലോചിക്കുന്നില്ല. ഓക്കെ, ചുരുക്കി പറഞ്ഞാല് ഈ പറയുന്ന രീതിയിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് ലേഡീസ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പല സ്ട്രഗിളുകൾ വന്നാൽ പോലും ആ സ്ട്രഗിളിനെ മൈൻഡ് ചെയ്യാതെ എന്തു സംഭവിക്കട്ടെ,
എന്ത് സംഭവിച്ചാലും പോലും ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം, ഞാൻ ഉദ്ദേശിച്ച കാര്യം നേടിയിട്ടേ ഞാൻ അടങ്ങൂ എന്നുള്ളൊരു വാക്കും എന്തിൽ പെട്ടതാണ്? കമ്മിറ്റ്മെന്റിൽ പെട്ടതാണ്. അതിനുവേണ്ട പ്രവർത്തനം, അത് കമ്മിറ്റ്മെന്റ് ആണ്. സീരിയസ് ആയി പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറണം ഒരു ലീഡർ. സക്സസ് ആവണമെങ്കിൽ കമ്മിറ്റ്മെന്റ് നിർബന്ധം. കമ്മിറ്റ്മെന്റ് ഒരുപാട് കാലത്തുണ്ട്. ആദ്യം പറഞ്ഞ സെൽഫ് കമ്മിറ്റ്മെന്റ് ഉണ്ട്, ടീം കമ്മിറ്റ്മെന്റ് ഉണ്ട്, ലീഡേഴ്സിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, പ്രൊഡക്ഷനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, കമ്പനിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതിനൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, സൊസൈറ്റിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഫാമിലിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അല്ലേ? ഈ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി പറയുന്ന സമയത്ത് പറയുന്നതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ട കമ്മിറ്റ്മെന്റ് ദൈവത്തോടാണ്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ ദൈവത്തോടെ കമ്മിറ്റ്മെന്റ് വേണ്ടത്. കാരണം ദൈവമാണ് നമുക്ക് എല്ലാം തരുന്നതും, എല്ലാത്തിനും ആയുസ്സും ആരോഗ്യവും അതുപോലെ തന്നെ എല്ലാം തരുന്ന ദൈവമാണ്. ദൈവത്തോട് കമ്മിറ്റ്മെന്റ് വേണം. അതിനെന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക, നിസ്കരിക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം. ഉദാഹരണം ഇപ്പോൾ സീസണാണ്, മലയുടെ സീസണാണ് അല്ലേ? അതൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന സംഭവമാണ്. കാരണം രാവിലെ എണീറ്റ് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പോകണം. അമ്പലത്തിലേക്ക് പോയി കൃത്യമായിട്ട് അതും ഫ്രഷ് ആയിട്ട് പോകണം. നിങ്ങൾ ആലോചിക്ക്, ഡിസംബർ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർക്ക് അല്ലെ ഇറിറ്റേഷൻ ഉള്ള സമയം. കാരണം ഡിസംബർ എന്ന് പറയുമ്പോൾ ശരിക്കും തണുപ്പിന്റെ അല്ലെ വളരെ അസഹ്യമായ തണുപ്പുള്ള ഒരു സമയമാണ് ഡിസംബർ. ഈ ഡിസംബർ മാസത്തിൽ നേരത്തെ എണീറ്റ് കുളിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും മടിയുള്ള കാര്യം. കാരണം പണ്ടൊക്കെ മദ്രസയിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്തൊക്കെ രാവിലെ എണീറ്റ് കുളിച്ചിട്ടേ പോകും. കാരണം കുട്ടികൾ മുമ്പൊക്കെ പോകാനുള്ളതല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഭയങ്കര വെറുപ്പിക്കാം. കാരണം വെച്ചാൽ രാവിലെ എണീക്കണം, 4:30 എണീക്കണം, നേരെ പോയി പൈപ്പിന് ചോട്ട് പോയി വെള്ളം പാരണം. അഥവാ തലേന്ന് രാത്രി പിടിച്ചു വെച്ച വെള്ളം ബക്കറ്റിൽ ഉണ്ടെങ്കിൽ കുടുങ്ങി. കാരണം എന്താണ്? ആ വെള്ളം കൂടി മിക്സ് ചെയ്ത് അത്രയും തണുപ്പിലെ സാധനം മേത്ത് തരുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ സമയത്തും ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് കാരണത്താലാണ് നമ്മൾ എണീറ്റ് വൊളൂ ചെയ്യുന്നതും എണീറ്റ് അമ്പലത്തിൽ പോകുന്നതും ഈ സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനാണ്? ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് വേണ്ട കമ്മിറ്റ്മെന്റ് ദൈവത്തോട്, അത് വേണം. രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഫാമിലിക്കാണ്. കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഫാമിലിയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് ശരിക്ക് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്സിലുള്ള കമ്മിറ്റ്മെന്റ്. അപ്പൊ രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് നിങ്ങൾ മാറ്റണം. എന്തിൽ നിന്ന്? ഫാമിലിയിൽ നിന്ന് മാറ്റിയിട്ട് അത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനോടോ നിങ്ങൾ ചെയ്യുന്ന ജോലിയോടോ വേണം. അല്ലെ? നിങ്ങൾ ചെയ്യുന്ന മൈ ലൈഫ് ആണെങ്കിൽ ഈ മൈ ലൈഫോടെ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് വണ്ണിൽ ദൈവത്തെ കഴിഞ്ഞാൽ കൊണ്ടുവരേണ്ടത്. ആ കമ്മിറ്റ്മെന്റ് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് കുടുംബത്തിൽ കല്യാണം വന്നു, സൽക്കാരം വന്നു, നിശ്ചയം വന്നു, അതേ സമയത്ത് GTS മലപ്പുറം വന്നു, അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാം വന്നു, ആ സമയത്ത് നിങ്ങൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കും? അവിടെയാണ് കമ്മിറ്റ്മെന്റ് നടക്കുന്നത്. ഇപ്പൊ ഇന്നലെ പല ആളുകൾക്കും പല ജോലിയുള്ള പല കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ സൂപ്പർ GTS നടന്നു. ആ GTS നടന്ന സമയത്ത് നമ്മൾ എത്ര ആൾക്കാരവിടെ വന്നു, നമ്മൾ ടീമിൽ എത്ര ആൾക്കാരവിടെ കൊണ്ടുവരാൻ പറ്റി, അല്ലേ? അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും. ആഴ്ചയിൽ ഒരു GTS എങ്കിലും, അത് എനി കൈൻഡ് ഓഫ് പ്ലേസ്, മിനിമം ഒരു GTS എങ്കിലും പങ്കെടുക്കൽ കമ്മിറ്റ്മെന്റ് ലീഡറുടെ ക്വാളിറ്റിയാണ്. സോ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ദൈവത്തോടെ, രണ്ടാമത് നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റിനോടാണ്. അത് ജോലി ആവട്ടെ, ബിസിനസ് ആവട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ പറ്റുന്ന ഒരു അവസരം എന്താണോ, അതൊരു പക്ഷെ പാർട്ട് ടൈം ആയി ചെയ്യുന്ന വ്യക്തിക്ക് പോലും ജോലിയേക്കാൾ വലുത് അത് എന്തെന്നെ കാരണം മൈ ലൈഫിനെ കാരണം. കാരണം മൈ ലൈഫിനോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല ഇന്ന് ലോകത്തില്ല. അപ്പൊ ആ രീതിയിൽ ഒരു മേഖലയിൽ വന്നിട്ടുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റിനോട് കാണിക്കണം. മൂന്നാമത് കമ്മിറ്റ്മെന്റ് ആണ് ഫാമിലിയോട് കാണിക്കുന്നത്. നിങ്ങൾ കുടുംബം, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, നിങ്ങളുടെ കുടുംബത്തിലെ അച്ഛൻ, അമ്മ, അവിടെ കാണിക്കേണ്ടത്. കാരണം ഈ കമ്മിറ്റ്മെന്റ് പൂർത്തിയാവണമെങ്കിൽ നമ്മുടെ കയ്യിൽ ജോർജ് കുട്ടി വരണം, ബീരാൻകുട്ടി വരണം. ഇത് വന്നാൽ തന്നെ എന്താ ഉള്ളൂ, കമ്മിറ്റ്മെന്റ് പൂർത്തിയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് കമ്മിറ്റ്മെന്റ് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇന്നലെ ഞാൻ വൈഫിന്റെ പർച്ചേസിന് പോയി. വൈഫ് ഓൾറെഡി പ്രഗ്നന്റ് ആണ്. അവള് ഡെലിവറി എടുത്തിട്ടുണ്ട്. പർച്ചേസിന് പോകാൻ സമയം ഞാൻ അന്തം വിട്ടുപോയി. ഇന്നലെ പർച്ചേസിങ്, സിമ്പിൾ പർച്ചേസിങ്, 3 മാക്സി കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അത് തിരിച്ചു വന്നു പോയേക്കും 5000 ഉറുപ്പ് ഇട്ടും ആടുക്കണ്. 5000 രൂപ. എനിക്ക് ആകെ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയത്ത് 6000 രൂപ അടുത്ത് സാലറി ഉണ്ടായിട്ടുള്ളൂ. അന്നേരമാണ് ബിസിനസ് എന്താണ് പാർട്ട് ടൈമായി സെലക്ട് ചെയ്യണത്. അന്നൊക്കെയാണ് ഈ സംഭവങ്ങൾ. ഞാൻ വൈഫോട് പറയുന്നത് തൽക്കാലം ഉള്ള മാക്സി കീറിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ, പറയേണ്ടി വരും. പക്ഷെ ഇന്നത് മാറി. ഞാൻ പറയാം, ആ ലെവലിലേക്ക് മാറ്റിയത് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തോട് മാഷാ അല്ലാഹ്. ഞാൻ പറയാൻ കാരണം, നിങ്ങളെ കമ്മിറ്റ്മെന്റ് ഫാമിലിയോട് കാണിക്കണമെങ്കിൽ പൈസ, തുട്ട്, ക്യാഷ്, മണി കയ്യിൽ വരണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കമ്മിറ്റ്മെന്റ് ചേഞ്ച് ചെയ്ത് ഫാമിലി തേർഡിലേക്കും പ്രൊജക്റ്റുകൾ, നിങ്ങൾ ബിസിനസ് മൈ ലൈഫ് സെക്കൻഡിലേക്കും എന്ത് ചെയ്യണം? ഡൈവേർട്ട് ചെയ്യണം. രണ്ടാമത്തെ പ്രൊജക്ട് ബിസിനസ്, മൂന്നാമത് കമ്മിറ്റ്മെന്റ് ഫാമിലി, നാലാമത് കമ്മിറ്റ്മെന്റ് സൊസൈറ്റിയോട് വേണം. അല്ലേ? അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ രീതിയിലാണ് കമ്മിറ്റ്മെന്റിന്റെ കാര്യങ്ങൾ പോകേണ്ടത്. ഫസ്റ്റ് നിങ്ങളോട്, ദൈവത്തോട്, അല്ലെ? പിന്നെ നിങ്ങൾ ചെയ്ത ബിസിനസ്,
പിന്നെ ഫാമിലി, അതിൽ നിങ്ങൾ, അത് കഴിഞ്ഞ സൊസൈറ്റി, അല്ലേ? കാരണം കോ അംഫോസുക്കും വാഹലിക്കും നാറാണ്. ആദ്യം നിങ്ങളെ രക്ഷിക്കുക. പല ആൾക്കാരും തരുമോ ഭയങ്കര സാമൂഹ്യ സേവനമാണ്. സ്വന്തം കുടുംബത്തിൽ 5ന്റെ കൈ ഗുണം ഉണ്ടാവില്ല. സാമൂഹ്യ സേവനം അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആരങ്ങനെ പറഞ്ഞത്? ലോകത്ത് ഒരു നേതാക്കന്മാരും ഒരു നേതാവും, അത് പ്രവാചകനാവട്ടെ, കൃഷിവര്യന്മാരാവട്ടെ, സന്യാസം ജീവിച്ച ആൾക്കാരാവട്ടെ, ഏത് നേതാക്കന്മാരും ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല? സ്വന്തം കുടുംബത്തെ പട്ടിണി കണ്ട് നാട്ടുകാരെ സേവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം നമുക്ക് ചെലവ് കൊടുക്കുന്ന നിർബന്ധമായുള്ള കുടുംബത്തോട് വേണം. അപ്പൊ അതിനെന്ത് വേണം? കയ്യിൽ ക്യാഷ് വേണം. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് വിജയിക്കണമെങ്കിൽ ഫസ്റ്റ് ഡ്രീം വേണം, വിശ്വാസത കയ്യിൽ വേണം. രണ്ടാമത് കമ്മിറ്റ്മെന്റ് വേണം. കമ്മിറ്റ്മെന്റ് മസ്റ്റ് ആണ്. മൂന്നാമത് കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് എ ന്യൂ ഡിസ്റ്റൻസ് ഓർ ഡു ഡെയിലി ആക്ടിവിറ്റീസ്. നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റീസ്, അത് വീക്കിലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, ഡെയിലി ഉണ്ട്. ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, പണ്ട് പല ആൾക്കാരും വർക്കിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു ബംഗാളിയുടെ ഒരു പണിയാണ് ഓർമ്മ വരുന്നത്. ഒന്നുമില്ല, ഒരു 3 ബംഗാളികളെ ഒരു പ്രൊജക്ട് ഏൽപ്പിച്ചു. ഒരു മരം നടാനാണ്. ഒന്നാമത്തെ ബംഗാളി കുഴി തോണ്ടും, അതായത് കുഴി കുത്തും. രണ്ടാമത്തെ ബംഗാളി മരം നടും. മൂന്നാമത്തെ ബംഗാളി കുഴി മൂടും. അതിൽ ഒരു ദിവസം രണ്ടാമത്തെ ബംഗാളി ലീവായി. ആരാണ്? മരം നടുന്ന ബംഗാളി. ഒന്നാമത്തെ ബംഗാളി മൂന്നാമത്തെ ബംഗാളി വന്നിക്കണം. ഒന്നാമത്തെ ബംഗാളി കുഴി തുറക്കും, മൂന്നാമത്തെ ബംഗാളി കുഴി മൂടും. എന്തില്ല? മരം നടുന്നില്ല. പല ആൾക്കാരും വർക്കിന്റെ കാര്യം അങ്ങനെയാണ്, അല്ലേ? കുഴി തുറക്കുന്നു, കുഴി മൂടുന്നു. എന്തിനാ പോയി? ഞാൻ എന്തിനാ ചെയ്യുന്നത്? എന്തിനാ അവിടെ പോയി? ലക്ഷ്യം പോലും ഇല്ല. സെൽഫി സൂപ്പറാണ്. വർക്ക് അറ്റ് സൈറ്റ്, അല്ലെ? ഫോളോ അപ്പ്, പ്ലാനിങ്. എന്തിന്? ഫോർ വാട്ട്? വൈ? എന്തിനു വേണ്ടി? ഒരു ചോദ്യചിഹ്നം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളോട് സെൽഫ് ചോദിക്കുക. ഒരു കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ, അദ്ദേഹത്തിന് അറിയാൻ പറ്റും രാവിലെ കട തുറന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എത്ര കച്ചവടം ഉണ്ടാക്കണം. അയാൾക്കറിയാം. ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടുന്ന വ്യക്തിക്ക് അറിയാൻ പറ്റും ഇന്ന് എത്ര ഓട്ടോ ഓടണം, എത്ര സമയം ഇരിക്കണം. ഒന്നും വേണ്ട, പിച്ച തെണ്ടുന്ന ഭിക്ഷക്കാരന് പോലും അറിയാൻ പറ്റും ഇന്ന് രാത്രി വീട്ടുകത്ത് പോകുന്ന എത്ര പിച്ച തെണ്ടി ഉണ്ടാക്കണം എന്നുള്ളത്. നമുക്കൊരു ലക്ഷ്യമില്ലാത്ത വർക്കുകളാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, അല്ലേ? നമ്മളെ CEO സലിം മാത്യു സാറ്, അദ്ദേഹം ജീവിതം പഠിച്ച് പിച്ചക്കാരനൊക്കെ അത് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഐ മീൻസ് ആ പിച്ചക്കാരൻ 750 ഉറുപ്പ് കാണിത്തുണ്ടു. 750 ഉറുപ്പ് രാവിലെ ആയ 30 വീട്ടിൽ പോകും, അല്ല ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക് വീട്ടിൽ പോകും, അത് രാത്രി 12 മണിക്ക് ആയിട്ടില്ലെങ്കിൽ വീണ്ടും അവിടെ റോട്ടിലിരിക്കും. അങ്ങനെ ആയിട്ടേ വീട്ടിക്ക് പോകുള്ളൂ. ഇതുപോലെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഡു ഡെയിലി ആക്ടിവിറ്റീസ്. നിങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ട വർക്കുകൾ, ഓരോ ആഴ്ചയിലും ചെയ്യേണ്ട വർക്കുകൾ, ഓരോ മാസത്തിലും ചെയ്യേണ്ട വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യണം. ഓരോ മാസത്തിലും ആഴ്ച എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും ഒരു NDO നടത്തണം, ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ പ്രോഗ്രാം. ഒരു മാസത്തിലൊരു ടോട്ടലൊരു ടീം മീറ്റിംഗ് നടത്തണം. ഇതൊക്കെ നിർബന്ധമായും ചെയ്യണം. അവിടെയാണ് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നത്. ആക്ടിവിറ്റീസ് കറക്റ്റ് ചെയ്യണം. ഹോം മീറ്റിങ്ങൾ ഒരാഴ്ചയിൽ 2-3 മിനിമം സംഘടിപ്പിക്കണം. മാക്സിമം ഹോം മീറ്റിങ്ങൾ. കാരണം ഒരു വ്യക്തിയോട് പ്ലാൻ പറഞ്ഞേക്കാൻ നല്ലതാണ് ഒരു കൂട്ടം ആളുകളോട് പ്ലാൻ പറയുന്നത്. അതിൽ നിന്ന് വേണ്ടപ്പെട്ട ആളുകൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ വർക്കുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാം. അതാണ് മൂന്നാമത്തെ സക്സസ് മന്ത്രയിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം, ബോറിസ് 007 മൂന്നാമത്തത്. നാലാമത്തെ കാര്യം സ്റ്റാർട്ടിങ് എ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ. സ്റ്റാർട്ടിങ് എ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ. ഓരോ ദിവസവും പുതിയ ഒരു വ്യക്തിക്ക് പ്ലാൻ കൊടുക്കണം. നമ്മുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ബുക്കാണ് നമ്മുടെ ദീപക് ബജാജിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ കോടീശ്വരം, ബി എ മില്യനെയർ ത്രൂ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, ആ ബുക്കിൽ കൃത്യമായിട്ട് അദ്ദേഹം ഒരു 12-13 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വായിച്ചവർക്ക് അത് അറിയാൻ പറ്റും. ആ ബുക്കിൽ പറയുന്നുണ്ട് 12 ക്വസ്റ്റ്യൻസിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഡെയിലി ദിവസവും ഒരു പുതിയ വ്യക്തിക്ക് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, പ്ലാൻ കൊടുക്കുന്നുണ്ടോ ഇല്ലേ ചോദിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം ഓരോ ദിവസവും ഒരു വ്യക്തിയെങ്കിലും പുതുതായി കാണണം. നമ്മളും ബിസിനസ് ചെയ്യുന്നുണ്ട്, അവരും ബിസിനസ് ചെയ്തവരാണ്, അല്ലേ? വ്യത്യാസം നമ്മൾ ജസ്റ്റ് ചിന്തിക്കാം. നമ്മൾ ഡെയിലി ഒരാളെ കാണാൻ പുതിയ ആൾക്കാരാണ്. നിങ്ങൾ ജസ്റ്റ് ആലോചിക്കും, റോഡിലേക്ക് ഇറങ്ങിയ ആൾക്കാരെ കാണാൻ പറ്റും, അല്ലേ? പള്ളിയിൽ പോയ ആളെ കാണാൻ പറ്റും, അമ്പലത്തിൽ പോയ ആളെ കാണാൻ പറ്റും, ഫംഗ്ഷന് പോയ ആളെ കാണാൻ പറ്റും. എവിടെ പോയാലും ആളുകൾ. ലോകത്ത് 90% ആളുകൾക്കും പൈസയും ആവശ്യമുണ്ട്. ജീവിത ആരോഗ്യം 100% ആൾക്കാർക്കും ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നം ആരോഗ്യത്തിന് വേണ്ട ഉൽപ്പന്നങ്ങളാണ്. അറ്റ്ലീസ്റ്റ് കസ്റ്റമറെങ്കിലും ആക്കാൻ പറ്റും. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ കാണുന്ന ഒരു വ്യക്തി ഒരു ശപഥം ചെയ്യണം, ഇന്ന് ഞാൻ ഒരു വ്യക്തിയെ പുതുതായി അസോസിയേറ്റ് ചെയ്യിപ്പിക്കും
എന്നിട്ട് ഇറങ്ങി. അവിടെ നിങ്ങൾ പേടിക്കണ്ട, പല ആൾക്കാർക്ക് പേടിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അൽത്താഫ് സാറൊക്കെ എപ്പോഴും കോമഡി പറയും, 2 കൊല വരക്കാൻ പഠിച്ചാൽ മതി. 2 ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2, അതിൽ 10 ഇതിൽ 20, 10 ഏറ്റവും കുറവ്, അതിന് 12 1200, 20 10 അടുത്ത ആഴ്ചക്ക് മാറ്റി വെച്ചു. പ്ലാൻ കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ല പ്ലാന് അല്ലേ? ഇതേ ഉള്ളു പ്ലാന്. ഇത് അറിഞ്ഞിട്ടും പിന്നെ ലീഡർമാരെ വെയിറ്റ് ചെയ്യുന്നത് ശുദ്ധ അബദ്ധമല്ലേ? രണ്ടാമത്, ഉൽപ്പന്നത്തെ കുറിച്ച് 1 2 ദിവസം 3 ദിവസം ഒരാഴ്ചയോ പോലും 1 മണിക്കൂർ വെച്ചുകൊണ്ട് ആ ഉൽപ്പന്നത്തിന്റെ പ്രൊഡക്റ്റ് ബുക്ക് വായിച്ചു നോക്കിയാൽ ഉൽപ്പന്നം പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പേസ്റ്റ് മാറ്റിയാൽ പേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഉൽപ്പന്നം. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് പ്ലാന്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരു ദിവസം ഒരു പുതിയ വ്യക്തിക്ക് പ്ലാൻ കൊടുക്കാൻ പറ്റും. അപ്പൊ സ്റ്റാർട്ടിങ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ, ഓരോ ദിവസവും പുതിയ പുതിയ ആളുകളെ കണ്ട് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് കൊടുക്കുക, പ്ലാൻ പറഞ്ഞു കൊടുക്കുക. ഒരാളെ കണ്ട പ്ലാൻ പറഞ്ഞു നടക്കും, ഒരാൾ വരില്ല. 3 4 ആൾക്കാരെ കണ്ടാലേ ഒരാളെന്താ ഉള്ളൂ, അസോസിയേറ്റ് ചെയ്യുള്ളൂ. 820 പ്രിൻസിപ്പിൾ വർക്ക്ഔട്ട് ആവണം. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കുക. അതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം, ബിൽഡ് യുവർ ഡെപ്ത് ഇൻ ഓർഗൺ ഓർ കിട്ടുമോ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊട്ട മൂടിക്കാൻ നെണ്ടിനെ പിടിക്കുക. മനസ്സിലായില്ല? കൊട്ട മൂടി നെണ്ടിനെ പിടിക്കുക. പണ്ടൊരു ചങ്ങായി നെണ്ട് പിടിക്കാൻ പോയി, കൊട്ട തുറന്നു വെച്ചിരിക്കണ്. അപ്പൊ ഇയാൾ നെണ്ട് പിടിക്കുന്നു, കൊട്ടയെ കിടുന്നു, വീണ്ടും നെണ്ട് പിടിക്കുന്നു, കൊട്ടയെ കിടുന്നു. കൊട്ടയിൽ നെണ്ടില്ല, കൊട്ടയില് നെണ്ടില്ല. ഇതൊക്കെ കറക്റ്റ് ഉദാഹരണമാണ്, എഴുതി വെച്ചോളി. ഇത്തരം ടീമുകളും പറയണത് കൊട്ട മൂടിയിട്ട് നെണ്ടിനെ പിടിക്കുക. അതാണ് ബിൽഡ് യുവർ ഡെപ്ത് ഇൻ ഓർഗൺ ആൻഡ് ഓർഗൺ ടു. നിങ്ങൾ അസോസിയേറ്റ് വ്യക്തികളെ കൃത്യമായ ലീഡർഷിപ്പിലേക്ക് പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരിക. അവിടെയും വേറെ കാര്യം ശ്രദ്ധിക്കണം, പറ്റുന്നവനെ കൊണ്ട് പറ്റുന്ന ജോലി എടുപ്പിച്ചാൽ മതി. നമുക്കൊരു കോൺഫിഡൻസ് വേണ്ടേ? എല്ലാവരെയും പിടിച്ചു കണ്ട് മണവാളനാക്കാൻ പറ്റുമോ? അല്ലേ? നമുക്ക് പറ്റുന്നവരെ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതുപോലെ നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്ന വ്യക്തികൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അനുസരിച്ച് അവരെ കൃത്യമായ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഡെപ്ത് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ 2 ഓർഗനൈസേഷനിലും നിങ്ങൾ ഡെപ്ത് ബിൽഡ് ചെയ്യണം. മാക്സിമം നല്ല ലീഡർഷിപ്പിന് പറ്റുന്ന ആൾക്കാരെ കണക്ട് ചെയ്യണം, അവരെ സിസ്റ്റവുമായി അടുപ്പിക്കണം. പല ആൾക്കാരും നമ്മളിലൂടെ മാത്രം പോണത്, അത് ദാറ്റ് ഇസ് റോങ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയേക്കാൾ വലുതാണ് ഈ പറയുന്ന ഒരു ഓർഗനൈസേഷൻ, സക്സസ്ഫുൾ ഗ്ലോബൽ, നിങ്ങളുടെ ടീമിന്റെ ഓർഗനൈസേഷൻ. ഇത് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ആ സിസ്റ്റം അവർ ഇംപ്ലിമെന്റ് ചെയ്യണം, അവിടെ സക്സസ് ആവണത്. അതുകൊണ്ട് അത്തരത്തിൽ ഡെപ്ത് ബിൽഡ് ചെയ്യുക. നിങ്ങൾ താഴെയുള്ള ആളുകളെ മാക്സിമം നല്ല ലീഡർഷിപ്പിന് ക്വാളിറ്റി പറ്റുന്ന ആൾക്കാരെ മാറ്റുക. അതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം, മെന്റർ കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രോപ്പർ മെന്റർഷിപ്പ് ഒക്കെ എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഒരു മാസത്തിൽ പറ്റുന്ന ആൾക്കാർക്ക് ഓരോ ആഴ്ചയിൽ നടത്താം. ഇനി മെന്റർക്ക് ഒഴിവിനനുസരിച്ച് മിനിമം ഒരു മാസത്തിൽ 2 മണിക്കൂർ ഓഫ്ലൈൻ ആയിട്ട് ഇരുന്നത് നിങ്ങൾ ഓരോരുത്തരും മെന്ററിങ് നടത്തണം. അതായത് നിങ്ങളുടെ ബിസിനസ് എത്രത്തോളം വളർന്നു, എന്താണ് കഴിഞ്ഞ മാസത്തിലുണ്ടായ ഗ്രോത്ത്, എന്താണ് അവിടെ ഉണ്ടായ ഫ്ലോപ്പ്, ഇത് കൃത്യമായിട്ട് ഇരുന്ന് കണക്ക് ചെയ്ത് അതിൽ എത്രത്തോളം ഹോം മീറ്റിംഗ് നടത്തി, എത്രത്തോളം NDO നടത്തി, എത്ര ആൾക്കാർ GTS പങ്കെടുപ്പിച്ചു, എത്ര ആൾക്കാർ സൂമിൽ പങ്കെടുപ്പിച്ചു എന്നുള്ള കൃത്യമായ കണക്കുകളൊക്കെ നോട്ട് ചെയ്തിട്ട് അതുമായി ഇരുന്നിട്ട് മെന്ററുമായി ഇരുന്ന് ചർച്ച ചെയ്യണം. ഇനി ഞാൻ എന്ത് ചെയ്യണം, ദിസ് ഇസ് മൈ ഗ്രോത്ത്. അവിടെയാണ് മെന്റർഷിപ്പ് കൃത്യമായിട്ട് നടത്തണം. നമ്മളൊരാളെ വ്യക്തിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ഈഗോ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ഈ ബിസിനസ്സിൽ എവിടെയും എത്താൻ സാധിക്കുന്നില്ല. മാറ്റിവെക്കണം. നമ്മൾ എവിടെ തറവാട് ഏത് കുമ്പത്തിലെ ആൾക്കാരാവട്ടെ, നോ മാറ്റർ, ദാറ്റ്സ് നോട്ട് എ മാറ്റർ. ലോകത്ത് വിജയിക്കാൻ തറവാട് കൊണ്ട് പറ്റില്ല. പൈസ, പണം വരണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മെന്ററുടെ കീഴിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അയാൾ പറയുന്ന രീതിയിൽ കണ്ണടച്ച് വിശ്വസിക്കണം. ബ്ലൈൻഡ് ബിലീഫ്. പലർക്കും സംശയ, പലർക്കും ചർച്ച ചെയ്യുക. നമ്മുടെ ടീമിൽ പറയുന്ന കാര്യം അപ്പുറത്തെ ടീമിൽ അതില്ലല്ലോ, അവിടെ ചോറ് വളമ്പുണ്ട്, ഇവിടെ ചോറില്ല. ഇവിടെ ചോറില്ലെങ്കിലും ഇവിടെ കൂറുണ്ട്, ഇവിടെ എന്തുണ്ട്, വരുമാനമുണ്ട്. അല്ലേ? ഞാൻ പറയണത് ബിസിനസ്സിൽ അവിടെ എന്തെന്നുള്ളതല്ല, നിങ്ങൾ അക്കരെ പച്ച സാധനം ലോകത്ത് ലോപ്പ് ഉണ്ടാണ് അല്ലേ, ഒരു ലോ ഓഫ് എന്താ സാധനമാണത്, അക്കരെ പച്ച വെറുതെയാണ് നമ്മുടെ കയ്യിൽ. കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് ഒന്നും മണമില്ലാത്ത അവസ്ഥ. നമ്മളുടെ വിലയും നമ്മുടെ നിലയും അറിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മാത്രം ചെയ്താൽ മതി, ഇത് മാത്രം മതി. അതുകൊണ്ട് സീരിയസ്ലി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെന്നാണോ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. അവിടെ നിങ്ങൾ മെന്ററിങ്ങുമായി കറക്റ്റ് ഇരുന്നിട്ട് നിങ്ങൾ തിട്ടപ്പെടുത്തുക, ഒരാൾ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുക, ആൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അതാണ് 6ാമത്തെ ഒരു വ്യക്തി ബിസിനസ്സിലൂടെ വിജയിക്കാനുള്ള 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം അല്ലേ, എല്ലാം മറന്നാലും ദീപസ്തംഭം മഹാശ്ചര്യം. ഏതൊരു മനുഷ്യനും വേണം വരുമാനം.
നിങ്ങൾക്കും വേണം ആഴ്ചയ്ക്ക് വരുമാനം, മാസത്തിൽ വരുമാനം. പ്രവീൺ ചന്ദ് സാർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അധ്വാനിച്ച് 2 ബ്രാഞ്ചിലും ബിസിനസ് കൂടി മാച്ച് ചെയ്താൽ 12% അതിന്റെ മാച്ചിങ് ബോണസ് കിട്ടും. മാസത്തിൽ TC ലീഡർമാർക്ക് ഓരോ ലക്ഷം ബിസിനസ്സുകളും TC റാങ്കിൽ പെർഫോമൻസ് ചെയ്താൽ നിങ്ങൾക്ക് പെർഫോമൻസ് ബോണസ് കിട്ടും. DTC റാങ്കിൽ 3 ലെഗിലായിട്ട് റീപർച്ചേസിംഗ് ബോണസ് 20,000 മാച്ചിങ് പുറമെ 4,000 റീപർച്ചേസിംഗ് 3rd ലെഗിലും ചെയ്താൽ ലോയൽറ്റി ബോണസ് കിട്ടും. ഇതൊക്കെ 6 മാസം തുടർച്ചയായി അടിച്ചാൽ സ്റ്റാർ ലോയൽറ്റി, സ്റ്റാർ പെർഫോമൻസ് കിട്ടും. അതിന് പുറമെ സ്റ്റാർ ഇൻകം, സിൽവർ, പ്ലാറ്റിനം, എമറാൾഡ്, ഗോൾഡ്, അത് ഇത് ഒരുപാട് അവിടെയുണ്ട്. അതിനൊക്കെ പുറമെ റാങ്ക് ഇൻകം, അതിനൊക്കെ പുറമെ മറ്റൊന്ന് NTC ബോണസ്, ഓവർ റൈഡിങ് ബോണസ്. ചുരുക്കി പറഞ്ഞാൽ പൈസ കൊണ്ട് മൂടുന്ന രീതിയിലുള്ള ഒരു വരുമാന മാർഗം നമ്മുടെ മുമ്പിലുണ്ട്. ചോദ്യം ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞ 6 പോയിന്റിലേക്ക് ജസ്റ്റ് ചിന്തിച്ചു നോക്കാം. കൃത്യമായ ക്ലിപ്തമായിട്ടുള്ള സംഖ്യ ആവശ്യമാണ്. എന്തതിന് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് അത് നേടിയെടുക്കും? ഡേറ്റ് വേണം. 4ാമത്തെ കാര്യം പ്ലാനിങ് വേണം. 5ാമത്തെ കാര്യം എന്ത് കിട്ടിയാൽ എന്ത് ചെയ്യുന്ന അറിയാം. 6ാമത്തെ കാര്യം അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഏൺ വീക്ക്ലി ആൻഡ് മന്ത്ലി ഇൻകം, ആഴ്ചയിലും മാസത്തിലും കിട്ടുന്ന ഇൻകം നിങ്ങൾ നേടിക്കൊണ്ടിരിക്കണം. ഒരാഴ്ചയിൽ പോലും ഒരു ബിസിനസ് പോലും ക്യാരി ഫോർവേഡ് ചെയ്യരുത്. നിങ്ങൾ ഇന്ന് നടത്താൻ ഉദ്ദേശിച്ച ബിസിനസ്, നിങ്ങൾ ഉദ്ദേശിച്ച വരുമാനം എത്രയാണോ അതിനുവേണ്ടി കഠിന പ്രയത്നിക്കുക. ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസം പ്രശ്നമില്ല, അവിടെ വിവരം പ്രശ്നമില്ല. ഒന്നേ ഉള്ളൂ, ആഗ്രഹമുണ്ടോ, ആവേശമുണ്ടോ, ധൈര്യമുണ്ടോ, ഇറങ്ങിയിട്ട് അതിനു വേണ്ടി എന്ത് ചെയ്യുക, പ്രവർത്തിക്കാം. സീരിയസ് ഗ്രൗണ്ട് ഇറങ്ങാം, ധൈര്യമായിട്ട് പ്രവർത്തിക്കാം. ഒരാളെയും പേടിക്കണ്ട. ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ കൊടുക്കും പ്ലാൻ, എഞ്ചിനീയർ കൊടുക്കും പ്ലാൻ, വക്കീൽ കൊടുക്കും പ്ലാൻ. കാരണം ഇവർക്ക് മൈ ലൈഫ് അറിയില്ല. മൈ ലൈഫ് ആർക്കും അറിയുള്ളൂ, നമുക്ക് മാത്രമേ അറിയുള്ളൂ. ആരാ പറഞ്ഞ ഡോക്ടർക്ക് മൈ ലൈഫ് എന്നുള്ളത്? ആരാ പറഞ്ഞ എഞ്ചിനീയർക്ക് മൈ ലൈഫ് എന്നുള്ളത്? ആരാ പറഞ്ഞ വക്കീലിന് മൈ ലൈഫ് എന്നുള്ളത്? അല്ലേ, നമുക്ക് മാത്രമേ മൈ ലൈഫ് അറിയുള്ളൂ കൃത്യമായിട്ട്. പേര് കേട്ടണ പോലൊക്കെ എന്താന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് ഡോക്ടറിന് മുമ്പിലും, ഏത് വക്കീലിന് മുമ്പിലും, ഏത് എഞ്ചിനീയർ മുമ്പിലും പ്ലാൻ കൊടുക്കാൻ സിമ്പിൾ ആയിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്താം. കഴിവ് കേടിനെ കാണരുത്, കഴിവിനെ കാണാൻ ശ്രമിക്കുക, കഴിവിനെ ഉപയോഗപ്പെടുത്താം. ഇതിന്റെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഉദ്ദേശിച്ച വരുമാനം ഓരോ ആഴ്ചയിലും മാസത്തിൽ നേടിയെടുക്കാം. അപ്പൊ ഈ 7 കാര്യം പ്രധാനപ്പെട്ടതാണ്. ഒരു ബിസിനസ് സക്സസ് ആവണമെങ്കിൽ ഈ 7 കാര്യം നിർബന്ധമാണ്. ബിൽഡ് യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ്, ബി കമ്മിറ്റഡ് ആൻഡ് ഡു ഡെയിലി ആക്ടിവിറ്റീസ്, സ്റ്റാർട്ടിങ് എ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ, ഡെപ്ത് ബിൽഡ് ചെയ്യുക, മെന്ററിങ് വിത്ത്, അല്ലേ, നിങ്ങൾ പ്രോപ്പർ മെന്ററിങ് കൗൺസിലിംഗ് ചെയ്യുക. അതുപോലെ തന്നെ ഏൺ വീക്ക്ലി ആൻഡ് മന്ത്ലി ഇൻകം. ഈ 7 കാര്യം കൃത്യമായി നോക്കുക. ഞാനും നിങ്ങളും ശ്രദ്ധിക്കാം. ഈ പറയുന്ന എന്നിലും 7 കാര്യം പൂർണ്ണമായിട്ടുണ്ടോ ഞാൻ വിശ്വസിക്കൊന്നുമില്ല. എൻ്റെ വിശ്വാസം, എൻ്റെ എഡിറ്റിങ്ങും അത് തന്നെയാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളിലും 7 കാര്യം വരണം. അതല്ലാതെ പറയുന്നത് നമ്മളെന്നുള്ളതല്ല. ഒരു ചർച്ച ചെയ്യാൻ വിഷയം വേപിച്ചു. ഞാനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ സിസ്റ്റം കൃത്യമായി ഫോളോ ചെയ്യാനാണ്. നമ്മൾ നമ്മളെ തന്നെ എഡിറ്റ് ചെയ്യണം, അല്ലേ? എല്ലാ ദിവസവും നമ്മളൊരു അറബിയിലൊരു ചൊല്ലുണ്ട്, ഓരോ ദിവസവും ഒരു മനുഷ്യന് ഒരുപോലെ ആണെങ്കിൽ ശപിക്കപ്പെട്ടവനാണെന്ന് പറയാറുണ്ട്. ഓരോ ദിവസവും അപ്ഗ്രേഡ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. നമ്മളെ ക്വാളിറ്റീസ് വർദ്ധിപ്പിക്കണം. കഴിവുണ്ട് ലോകത്ത്. മനുഷ്യനായി നിന്നാൽ മലക്കിനേക്കാളും മാലാഖയേക്കാളും പവർ ഉണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ മനുഷ്യനാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ പവർ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ശക്തി നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. നമ്മളെ കഴിവിനെ മനസ്സിലാക്കുക, കഴിവ് കേടിനെ കാണരുത്. ദൈവത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് നിർബന്ധമാണ്, എങ്കിലും കൂട്ടി തരുന്നുള്ളൂ. ഇങ്ങനെ സീരിയസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടറായിട്ടും ഒരു ലീഡറായിട്ടും മാറട്ടെ. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്, ഇത് തിങ്കളാഴ്ചയാണ്, ഇന്നൊരു ക്ലോസിംഗ് ഡേറ്റ് ആണ്. അടുത്ത ബുധനാഴ്ചയാണ് വേറെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ശനിയും ഞായറും നടന്ന കച്ചവടത്തിന്റെ ക്ലോസിംഗ് ആണ് തിങ്കളാഴ്ച. മാക്സിമം ആൾക്കാർ പർച്ചേസിങ് നടത്തുക. ഒരു കച്ചവടക്കാരനെ പോലെ ചിന്തിക്കുക. യൂസുഫ് അലി പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പോക്കറ്റിലെ പൈസ എന്റെ പെട്ടിൽ വീണാലേ കച്ചവടം നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ കച്ചവടക്കാരനെ മാറുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു ഓൾ സക്സസ്. ഗോഡ് ഐ മറ്റ്. സജി സാർ, വൈൻഡ് അപ്പ്.